കേരളത്തിൽ BJP പുതിയ പുതിയ കാൽവെപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രാജീവ് ചന്ദ്രശേഖറിൻ്റെ വരവോടുകൂടി BJP കേരളത്തിൽ കളം നിറയും എന്ന് തന്നെയാണ് കേന്ദ്ര നേതൃത്വം കണക്ക് കൂട്ടുന്നത്. അങ്ങനെയുള്ള ഒരു കണക്ക് കൂട്ടലോടുകൂടി തന്നെയാണ് രാജീവ് ചന്ദ്രശേഖറിനെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. അങ്ങനെ രാജീവ് ചന്ദ്രശേഖർ വന്നതോടുകൂടി കേരളത്തിൽ BJPയിൽ ഉണ്ടായിരുന്ന വിഭാഗീയത ഒന്ന് പത്തി താഴ്ത്തി. എല്ലാവരും ഒരു കുടക്കീഴിലെത്തി. എന്നാലും ചിലയിടങ്ങളിൽ നിന്നൊക്കെ അപസ്വരം ഉയരുന്നുണ്ട്. അവരെ മുഴുവൻ തന്നെ അടിച്ചമർത്തിക്കൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് കുതിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഏത് തരത്തിലുള്ള മുന്നേറ്റമാണ് BJP കാഴ്ചവെച്ചത് കേരളത്തിൽ, അതിനനുസൃതമായിട്ട് അതിൻ്റെ വോട്ടിംഗ് നില വർക്കൗട്ട് ചെയ്തുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ മുമ്പോട്ട് പോകുന്നത്. അതായത് 11 മണ്ഡലങ്ങളിലാണ് ഒന്നാമതെത്തിയത്, 9 മണ്ഡലങ്ങളിൽ രണ്ടാമതുമെത്തി. കൂടാതെ ചെറിയ വോട്ട് വ്യത്യാസത്തിന് മൂന്നാമതെത്തിയ 11 മണ്ഡലങ്ങളുമുണ്ട്. ഈ തിരുവനന്തപുരത്തും തൃശൂർ ജില്ലകളിലുമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ഏറ്റവും ശക്തമായ പ്രകടനം കാഴ്ചവെച്ചത്. തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലവും തൃശൂർ പാർലമെന്റ് മണ്ഡലവും A ക്ലാസ് മണ്ഡലങ്ങൾ തന്നെയായിരുന്നു. ഒരുപക്ഷെ തൃശൂരിനേക്കാൾ മുന്നേ തന്നെ BJP ജയിക്കേണ്ട ഇടമായിരുന്നു തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലം. O രാജഗോപാൽ മത്സരിക്കുന്ന സമയത്ത് വിജയം ഉറപ്പായിരുന്നതാണ്. എപ്പോഴും അവസാന നിമിഷത്തിലേക്ക് കടക്കുമ്പോൾ തീരദേശ മേഖലകളിൽ നിന്നുള്ള വോട്ട് വ്യത്യാസമാണ് ഉണ്ടാക്കുന്നത്. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തരൂര് 15,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചുവെങ്കിൽ അത് ഈ കോവളം, പാറശാല, നെയ്യാറ്റിൻകര മണ്ഡലങ്ങളിൽ നിന്നുള്ള വോട്ടാണ് രാജീവ് ചന്ദ്രശേഖറിന് എതിരായി വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒക്കെ തന്നെ ശശി തരൂരിന് അനുകൂലമായിട്ട് മാറുകയും ചെയ്തു. അപ്പൊ തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ തന്നെ നോക്കിക്കഴിഞ്ഞാൽ BJP ആണ് പ്രധാന പ്രതിപക്ഷം. വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP ഏറെ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന നഗരസഭയാണ് തിരുവനന്തപുരം. അപ്പോൾ തിരുവനന്തപുരത്തും തൃശൂർ ജില്ലകളിലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ കാഴ്ച വെച്ച ഇടമായതുകൊണ്ട് വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് BJP. തിരുവനന്തപുരത്ത് പാറശാലയിൽ മാത്രമാണ് 3-ാം സ്ഥാനത്തെത്തിയത്. 1-ാം സ്ഥാനത്തെത്തിയത് 11 മണ്ഡലങ്ങളാണ് ഒന്നാമതെത്തിയത്. തൃശ്ശൂര്, നാട്ടിക, ഇരിങ്ങാലക്കുട, പുതുക്കാട്, ഒല്ലൂർ, മണലൂര്, നേമം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, ആറ്റിങ്ങൽ, കാട്ടാക്കട ഇവിടങ്ങളിലാണ് BJP 1-ാം സ്ഥാനത്തെത്തിയിരിക്കുന്നത്. എന്നീ നിയമസഭാ മണ്ഡലങ്ങളിൽ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പില് ഓർക്കണം, ഇതെല്ലാം തന്നെ LDFന്റെ സീറ്റുകളാണ്. അവിടെയാണ് BJP 1-ാം സ്ഥാനത്തെത്തിയിരിക്കുന്നത്. ഇപ്പോൾ തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിലെ നേമത്തും കഴക്കൂട്ടത്തും വട്ടിയൂർക്കാവിലും, അതുപോലെ തന്നെ ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിലെ ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലവും കാട്ടാക്കടയുമാണ് BJP 1-ാം സ്ഥാനത്തെത്തിയിരിക്കുന്നത്. തൃശൂർ പാർലമെന്റ് മണ്ഡലത്തില് തൃശൂരും നാട്ടികയും ഇരിങ്ങാലക്കുടയും പുതുക്കാടും ഒല്ലൂരും മണലൂരുമാണ് BJP 1-ാം സ്ഥാനത്തെത്തിയിരിക്കുന്നത്. ഇനി നോക്കണം, 9 മണ്ഡലങ്ങളിലാണ് BJP 2-ാം സ്ഥാനത്ത് നിൽക്കുന്നത്. അത് തിരുവനന്തപുരത്ത് കോവളം, നെയ്യാറ്റിൻകര, വർക്കല, ഹരിപ്പാട്, കായംകുളം, പാലക്കാട്, മഞ്ചേശ്വരം, കാസർഗോഡ് എന്നീ മണ്ഡലങ്ങളിൽ 2-ാം സ്ഥാനത്താണ് BJP നിൽക്കുന്നത്. ഇനി ചെറിയ വോട്ട് വ്യത്യാസത്തിന് മാത്രം 3-ാമത് നിൽക്കുന്ന നിയമസഭാ മണ്ഡലങ്ങൾ മലമ്പുഴ, ഗുരുവായൂര്, അമ്പലപ്പുഴ, കരുനാഗപ്പള്ളി, റാന്നി, കോന്നി, ചാത്തന്നൂർ, ചിറയൻകീഴ്, നെടുമങ്ങാട്, വാമനപുരം, പാറശാല എന്നീ മണ്ഡലങ്ങളാണ്. ഈ 11 മണ്ഡലങ്ങളിൽ നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാമത് നിൽക്കുമ്പോഴും
ഈ 9 മണ്ഡലങ്ങളിൽ രണ്ടാമത് നിൽക്കുന്നതും വളരെ ചെറിയ വ്യത്യാസത്തിന് മാത്രമാണ് രണ്ടാമത് നിൽക്കുന്നത്. മൂന്നാമത് പോയിരിക്കുന്നതും ചെറിയ വോട്ട് വ്യത്യാസത്തിന് മാത്രമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 30-31 സീറ്റുകൾ BJP കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ പിടിച്ചെടുക്കാൻ കഴിയുമെന്നുള്ള രീതി അവർക്കുണ്ട്, ഒരു വിശ്വാസമുണ്ട്. 40 സീറ്റാണ് BJP ലക്ഷ്യം വയ്ക്കുന്നത് എന്ന് രാജീവ് ചന്ദ്രശേഖർ പറയുന്നുണ്ട്. അതിൽ 20 ഇടങ്ങളിൽ അതീവ ശ്രദ്ധ പുലർത്തുന്ന മണ്ഡലങ്ങളാണ്. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥി നിർണയവും വളരെ കരുതലോടുകൂടി തന്നെയാണ് പോകുന്നത്. ഈ ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലത്തിൽ 6287 വോട്ടും കഴക്കൂട്ടത്ത് 10842 വോട്ടും BJP അധികം നേടിയിരുന്നു എന്നുള്ളതാണ്. ആറ്റിങ്ങലിലെ മുരളീധരൻ 3 ലക്ഷത്തിലധികം വോട്ടുകൾ നേടിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കണം. അതുപോലെ കായംകുളത്ത് ശോഭാ സുരേന്ദ്രന് മുൻതൂക്കം ലഭിച്ചിരുന്നു. കായംകുളം പാർലമെന്റ് മണ്ഡലം ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം ഒരിക്കലും എ ക്ലാസ് മണ്ഡലത്തിൽ അല്ലായിരുന്നു. എ ക്ലാസ് മണ്ഡലം 6 ഇടമായിരുന്നു ഉണ്ടായിരുന്നത്. ആലപ്പുഴയിലേക്ക് ശോഭാ സുരേന്ദ്രനെ ഒടുവിൽ ഇറക്കുകയാണ് ചെയ്തത്. അതോടുകൂടി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ആ മണ്ഡലം എ ക്ലാസ് മണ്ഡലത്തിന്റെ ഒരു പരിവേഷം ഉണ്ടായി എന്നുള്ളതാണ്. ശോഭാ സുരേന്ദ്രന്റെ ഒരു മിന്നുന്ന പ്രകടനമാണ് അവിടെ നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെ കായംകുളത്ത് ശോഭാ സുരേന്ദ്രന് മുൻതൂക്കം ലഭിച്ചത് കൊണ്ട് അവിടെ ശോഭാ സുരേന്ദ്രനെ തന്നെ മത്സരിപ്പിക്കാനാണ് നീക്കം. അവിടെ CPM-നകത്ത് വലിയ വോട്ട് ചോർച്ചയും വലിയ പടലപ്പിണക്കവും ഒക്കെ നടക്കുകയാണ്. പ്രതിഭാകരിക്കെതിരെ തന്നെ ഒരു പടയൊരുക്കം അവിടെ നടക്കുന്നുണ്ട് CPM-ല്. അതുപോലെ തന്നെ ആറ്റിങ്ങലിൽ BJPക്ക് വലിയ പ്രതീക്ഷയുള്ള മണ്ഡലമാണ്. 2019 ശോഭാ സുരേന്ദ്രനെ അവിടെ മത്സരിപ്പിച്ചു, 2,48,000 വോട്ട് നേടുകയും ചെയ്തു. ആ വോട്ടിന്റെ തുടർച്ചയാണ് 2024 മുരളീധരൻ മത്സരിച്ചപ്പോൾ 3 ലക്ഷത്തിലെത്തിയത്. കഴക്കൂട്ടത്ത് 10,842 വോട്ടുകളാണ് BJP അധികം നേടിയത്. അതുകൊണ്ട് തന്നെ കഴക്കൂട്ടത്ത് കെ സുരേന്ദ്രനെ ഇറക്കാനുള്ള തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത്. കായംകുളത്ത് ശോഭാ സുരേന്ദ്രനെയും അതുപോലെ തന്നെ ഷോൺ ജോർജ് BJP-യിൽ ഒരു പുതിയ പരിവേഷം നൽകുകയാണ്. പ്രത്യേകിച്ച് മുനമ്പം വിഷയത്തിന്റെ കാര്യത്തിൽ വളരെ കൃത്യമായ നിലപാടെടുക്കുകയും ക്രൈസ്തവ വിഭാഗത്തിന് കാര്യങ്ങൾ പറഞ്ഞു ധരിപ്പിക്കുകയും ചെയ്തു. അതിശക്തമായിട്ടുള്ള പ്രകടനമാണ് ഷോൺ ജോർജ് കാണിച്ചിട്ടുള്ളത്. ഷോൺ ജോർജിനെ സംബന്ധിച്ചിടത്തോളം പൂഞ്ഞാറിലാണ് കൂടുതൽ താല്പര്യം. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ ഷോൺ ജോർജിനെ വൈപ്പിനിൽ മത്സരിപ്പിക്കാനാണ് തീർച്ചപ്പെടുത്തുന്നത്. കാരണം ഈ മുനമ്പം വിഷയത്തിൽ ഷോൺ ജോർജ് നേടിയ ഒരു മൈലേജ്, BJP ഉണ്ടാക്കിയ ഒരു വലിയ മൈലേജ്, അത് ഷോൺ ജോർജിന് അനുകൂലമായി വരും എന്നുള്ളത് കൊണ്ട് വൈപ്പിനിൽ മത്സരിക്കുക. അതുപോലെ തിരുവല്ലയിൽ കേരള കോൺഗ്രസ് വിട്ടുവന്ന വിക്ടർ ടി തോമസിന്റെയും അമ്പലപ്പുഴയിൽ അനൂപ് ആന്റണിയുടെയും പേരുകളാണ് മുമ്പോട്ട് വന്നിരിക്കുന്നത്. എന്തായാലും BJP പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു, കളം നിറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. പ്രധാനപ്പെട്ടവരുടെ ഒക്കെ തന്നെ മണ്ഡലം തീർച്ചപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയുമാണ്.